എല്ലാവർക്കും ഇന്നത്തെ കൃഷിഗ്രാമത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. കൃഷിഭവൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ എന്തൊക്കെ തൈകൾ അവിടെ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നും അത് നട്ടുപിടിപ്പിച്ച് അതിലെന്തൊക്കെ ഉണ്ടായി എന്നതുമാണ് ഇന്നത്തെ ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം അവിടെ ഒരു കുരുമുളക്, അതായത് വള്ളി കുരുമുളക് ഉണ്ട്. അപ്പോൾ ഞാനൊരു 2 പാക്കറ്റ് വാങ്ങിച്ചിരുന്നു. അങ്ങനെ അത് വാങ്ങി അത് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ നട്ടു. അതാകുമ്പോൾ അടയ്ക്കാമരത്തിൽ പടർത്താമെന്ന് ചിന്തിച്ച് ഞാൻ അവിടെ നട്ടു. അങ്ങനെ അതിൽ നട്ട ആ ഒരു തൈയാണ് ഇത്. ഇപ്പോൾ ഇത് കായ്ച്ചു തുടങ്ങി. നട്ടിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളമായി. ഇപ്പോഴാണിത് കായ്ച്ചു തുടങ്ങി. പിന്നീട് ഞാൻ വാങ്ങിച്ചതൊരു വഴുതനത്തിൻ്റെ തൈയാണ്, പച്ചക്കറി തൈയാണ്. അത് നട്ട് അതിൻ്റെ മാക്സിമം വിളവെടുത്ത് അതിനുശേഷം ഒരു തൈ ഞാൻ അരിക്കായിട്ട് നിർത്തി. പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് ബന്ധിത്തൈയാണ്. ബന്ധിത്തൈ കൃഷിഭവനിൽ നിന്ന് അല്ലെങ്കിൽ കൂടി അവർ മുഖാന്തിരം ഞാൻ മറ്റൊരിടത്തു നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു തൈക്ക് 5 രൂപ നിരക്കിലാണ് ഞാൻ വാങ്ങിച്ചത്. 10 തൈ വാങ്ങിച്ചു. അത് 10 ഞാൻ HDP ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓണത്തിന് എനിക്കിതിൽ നിന്ന് പൂ എടുക്കാൻ വേണ്ടിയായിരുന്നു. ഈ HDP ചട്ടിയൊക്കെ എനിക്ക് കൃഷിഭവൻ മുഖേന കിട്ടിയതാണ്. അതും ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 500 രൂപ അടച്ച് 10 ചട്ടി കിട്ടിയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ചട്ടി കിട്ടിയത്. അതുപോലെ തന്നെ മറ്റൊരു വഴുതനത്തിൻ്റെ തൈ. ഇതെന്ന് പറഞ്ഞാൽ ഇതിലെ തക്കാളി പോലെ ഉണ്ട വഴുതനം. ഇതാണ് ഈ മോഡൽ. ഇതും ഒരെണ്ണം ഞാൻ അരിക്ക് നിർത്തിയിട്ടുണ്ട്. പറിക്കാതെ ആദ്യം കായ്ച്ച കായാണിത്. ഇത് ഞാൻ അരിക്കായിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ളതിനെല്ലാം കാ വന്നിട്ടുണ്ട്, പക്ഷേ വിളഞ്ഞിട്ടില്ല. വിളയുന്നതിനനുസരിച്ച് അത് പറിക്കാമെന്ന് കരുതുന്നു. അടുത്ത് എനിക്ക് കിട്ടിയൊരു മഞ്ഞളാണ്. മഞ്ഞൾ എനിക്ക് ഗ്രൂപ്പുകാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൃഷിഭവൻ്റെ മേൽനോട്ടത്തിൽ മഞ്ഞൾ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പുകാരിൽ നിന്ന് ഒരു 2 മഞ്ഞൾ ആ ഗ്രൂപ്പുകാരോട് ചോദിച്ച് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഞാനതൊരു ചാക്കിലാക്കി നട്ടു. ഇതിൽ നിന്നെല്ലാം ഞാൻ വിളവെടുത്തതാണ്. എടുത്തിട്ട് വീണ്ടും 2 മഞ്ഞൾ കുഴിച്ച് വെച്ച് ഇപ്പോൾ അത് വീണ്ടും അങ്ങ് കാട് പോലായി. ഇപ്പോൾ അത് വിളവായതാണ്. ഇനി അത് പറിക്കാം. അതുപോലെ മറ്റൊന്നാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ. ഒരു 5 എണ്ണം ഞാൻ 5 HDP ചട്ടിയിലാക്കി വെച്ചിരുന്നു. അത് അതിൽ നിന്ന് കിളിച്ചു. ഇപ്പോൾ കായ് വന്നു. ആദ്യമായുണ്ടായ 2 കായാണിത്. പിന്നീട് എനിക്ക് കിട്ടിയത് ഒരു 10 കറ്റാർവാഴയാണ്. അതും ഈ പറഞ്ഞ പോലെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ 10 കറ്റാർവാഴയാണ്. അത് നട്ട് അത് എല്ലാം കാട് പോലെ ആയതിനു ശേഷം വീണ്ടും അതിൽ നിന്ന് ഞാൻ അതിൻ്റെ കുഞ്ഞുങ്ങളും കൂട്ടത്തോടെ നിൽക്കുന്നതിനെ എല്ലാത്തിനെയും പറിച്ച് മാറ്റി മറ്റൊരു ചെറിയ ചെടിച്ചട്ടിയിലാക്കി സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇതെല്ലാം ഞാൻ ടെറസിൻ്റെ പുറത്താണ് നട്ടത്. ഇപ്പം മഴ സമയം ആയതുകൊണ്ട് നന്നായി പോച്ച കയറി എല്ലാം കിടക്കുന്നതുകൊണ്ട് വൃത്തിയാക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. നിങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്